എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയം നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുവാൻ ലഭിച്ചിരിക്കുന്നത് വളരെ വിലപ്പെട്ട സമയമാണ്. അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് വേണ്ടി ഇന്ന് നമുക്ക് തിരുവചനം ധ്യാനിക്കുവാൻ മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. അതിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തോന്നുകൊണ്ട് രസം വരുത്തും. പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നില്ല. ഈ തിരുവചനത്തിൽ നമ്മളെക്കുറിച്ച് കർത്താവ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. വലിയവനായിരിക്കുന്ന കർത്താവ് നമ്മളെക്കുറിച്ച് അങ്ങനെ പറയുമ്പോൾ നിശ്ചയമായും നമ്മളത് വിശ്വസിക്കണം. കാരണം കർത്താവാണ് നമ്മളെ ആ പദവിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ആ അവസ്ഥയിലേക്ക് നമ്മളെ നടത്തുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. ഇതിൽ നമ്മുടെ കഴിവും നമ്മുടെ ബുദ്ധിയോ അല്ലെങ്കിൽ നമ്മുടെ ജ്ഞാനമോ അല്ലെങ്കിൽ നമ്മുടെ നല്ല കാര്യങ്ങൾ ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കുറവുകൾ കൊണ്ടോ അല്ല. ദൈവമാണ് നമ്മളെ ആ പദവിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് നമ്മൾ ആദ്യം വിശ്വസിക്കണം. എന്നാൽ ഈ ഭൂമിയുടെ ഉപ്പാകുന്നു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് കർത്താവ് പറയുമ്പോൾ നിശ്ചയമായി അത് ഏറ്റെടുക്കുന്നവരിൽ ജീവിതത്തിൽ അത് വളരെ വ്യക്തമായി ദൈവം അതിൻ്റെ വലിയ കൃപ നമ്മുടെ മേൽ വർഷിപ്പിക്കും. എന്നാൽ ഉപ്പിനെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് നന്നായി ഉപ്പ് എല്ലാവരും കണ്ടിട്ടുള്ളവരാണ്, ഉപ്പ് എല്ലാവരും രുചിച്ചിട്ടുള്ളവരാണ്. ഉപ്പ് കാണാത്തവർ വളരെ ചുരുക്കമാണ്. എന്നാൽ ഈ ഉപ്പിൻ്റെ പ്രത്യേകത നമുക്കറിയാതെ വളരെ രസം വരുത്തുന്നതാണ്. രുചിയില്ലാത്ത ഏതൊന്നിലും ഉപ്പ് രുചി വരുത്തുന്നതാണ്. എന്നാൽ ഈ ഉപ്പ് 2 രാസവസ്തുക്കൾ, 2 മിനറൽസ് ചേരുന്നതാണ് ഈ ഉപ്പ്. ഇതിൽ നമ്മൾ ഉപ്പെടുത്ത് പരിശോധിക്കുമ്പോൾ അതിൻ്റെ അകത്ത് സോഡിയമുണ്ട്, ക്ലോറൈഡുമുണ്ട്. എന്നാൽ ഇതിൻ്റെ 2ൻ്റെയും പെർസെൻറ്റേജ് വ്യത്യാസമുണ്ട്. സോഡിയവും ക്ലോറൈഡും 2 കൂടി ജോയിൻ ചെയ്യുമ്പോഴാണ് അത് ഉപ്പായിട്ട് തീരുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ശതമാനമുള്ളത് ക്ലോറൈഡാണ്. അതിൽ 60% ക്ലോറൈഡാണ്. എന്നാൽ അതിൽ 40% മാത്രമേ സോഡിയമുള്ളൂ. ഈ 40% സോഡിയവും 60% ക്ലോറൈഡും കൂടി ജോയിൻ ആയി കഴിയുമ്പോൾ അത് നമുക്ക് ഉപ്പായി ലഭിക്കുന്നു. അത് നമ്മുടെ ജീവിതത്തിന് അത് വളരെ ആവശ്യമുള്ളതായ ഒരു ഘടകമായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഇത് നമുക്ക് അറിയാം. ആഴക്കടലിൽ കിടക്കുന്ന, മഹാസമുദ്രത്തിൽ കിടക്കുന്ന അവിടെ നിന്ന് എടുക്കുന്നതാണ്. ഇതുപോലെ ദൈവം നമ്മളെയും കർത്താവ് നമ്മളെയും ആ ആഴക്കടലിൽ കിടന്ന് നമ്മളെയും കർത്താവ് പൊക്കിയെടുത്തതാണ്. പാപത്തിൻ്റെ അടിമുഖത്തിലും പാപത്തിൻ്റെ കുഴിയിലും കിടന്ന് നമ്മളെ കർത്താവ് വീണ്ടെടുത്ത് രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി അവൻ നമ്മളെ ഭൂമിയിലെ ഉപ്പാക്കി മാറ്റി. ഇത് നമുക്ക് ഏറ്റവും രുചികരം വരുത്തുന്ന ഒന്നായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. ഇതിൽ സോഡിയം മാത്രം വിചാരിച്ചാൽ ഒരിക്കലും അതിന് രുചി ലഭിക്കത്തില്ല. ക്ലോറൈഡ് മാത്രം വിചാരിച്ചാലും നടക്കത്തില്ല. 2 കൂടി ജോയിൻ ആകണം. ഇത് 2ഉം നമ്മുടെ ശരീരത്തിന് ഏറ്റവും ആവശ്യമുള്ള ഒരു ഘടകമാണ്. എല്ലാ ദിവസവും നമ്മുടെ ശരീരത്തിന് അത് ആവശ്യമുള്ള ഒരു സാധനമാണ്. ഇതിൽ ഒരു ദിവസത്തിൽ ശരാശരി ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് 2300 mg സോഡിയം, അതായത് ഒരു ടേബിൾ സ്പൂൺ സോഡിയം നമ്മുടെ ശരീരത്തിന് ആവശ്യമുണ്ട്. ഇതിൽ ശരീരത്തിൽ തന്നെ സോഡിയത്തിൻ്റെ ലെവല് കുറഞ്ഞാൽ അത് ഒത്തിരി നമ്മുടെ ശരീരത്തെ ബാധിക്കും. ഇന്ന് പല ജീവിതങ്ങളിലും കൺഫ്യൂഷൻ, കോമ ഇതൊക്കെ വരുന്നത് കാരണമെന്ന് ചോദിച്ചാൽ നമ്മുടെ സോഡിയം ലെവൽ കുറയുമ്പോഴാണ്. എന്നാൽ ഇത് ഹൈ ആയാലോ, ഹൈ സോഡിയം ആയി കഴിഞ്ഞാലോ
അതും ശരീരത്തിന് ബുദ്ധിമുട്ടാണ്. അത് ഹൈ BP ആകും, പിന്നെ സ്വെല്ലിംഗ് ഉണ്ടാവും. അതുപോലെ ഇത് ഈ ഓസ്ട്രോപോറോസിസ് എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. അതിന് കൂടുതൽ റിസ്ക് ഉണ്ടാകാനുള്ള സാധ്യതകൾ ഹൈ സോഡിയം മുഖാന്തരം ഉണ്ടാകും. എന്നാൽ ഇതിന് ഒക്കെ കോമ്പൻസേറ്റ് ചെയ്യുവാൻ നമുക്ക് ധാരാളം വെള്ളം എല്ലാ ദിവസവും കുടിക്കുകയാണെങ്കിൽ നമുക്കത് കോമ്പൻസേറ്റ് ചെയ്ത് പോകാൻ പറ്റും. എന്നാൽ ഇത് നമ്മുടെ ശരീരത്തിന് എല്ലാ ദിവസവും ആവശ്യമെന്ന് ഞാൻ പറയുന്ന കാരണം നമ്മുടെ ബോഡിയുടെ മെറ്റബോളിസത്തിന് ഇത് ഏറ്റവും ആവശ്യമുള്ളൊരു ഘടകമാണ്. കാരണം ബോഡിയുടെ ആസിഡ് ലെവലും ബാലൻസ് ചെയ്യുന്നതും ഈ സെൻട്രൽ നെർവസ് സപ്ലൈസ് എല്ലാം ബാലൻസ് ചെയ്യുന്നതും സൈക്കോളജിക്കൽ റോൾസ് എല്ലാം ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഈ ഉപ്പാണ്. ഈ ഉപ്പ് ക്ലോറൈഡ് കുറഞ്ഞു പോയാൽ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്. മസിൽസിന് പോലും അത് നെർവസ് സിസ്റ്റത്തിൻ്റെ ആക്ടിവിറ്റിക്ക് പോലും അതിൻ്റെ ബുദ്ധിമുട്ട് ഉണ്ടാകും. എന്നാൽ ഇതെല്ലാം രണ്ടും കറക്റ്റായിട്ട് നിന്നാൽ വലിയൊരു അതിൻ്റെ അളവ് കറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ സമമായിട്ട് നിന്നാൽ നിശ്ചയമായും അത് ഭയങ്കര ഒരു രുചികരമായ ഒന്നായിട്ട് അത് മാറുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. നമ്മളിലും കർത്താവ് ആഗ്രഹിക്കുന്നത് കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ വളരെ ചേർന്നിരുന്നാൽ നിശ്ചയമായും നമുക്ക് ഈ ഭൂമിയിൽ പലതിനും രുചിയില്ലാത്ത പലതിനും രുചി വരുത്താൻ കഴിയും എന്നാണ് കർത്താവ് ഇതിനെ കൊണ്ട് വ്യക്തമാക്കുന്നത്. ഭൂമിയുടെ ഉപ്പായിട്ട് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുക. അതുകൊണ്ട് നമ്മൾ കർത്താവിനോട് ചേർന്നിരുന്ന് അവൻ്റെ വൻ കൃപയിൽ ആശ്രയിച്ച് കർത്താവുമായിട്ടുള്ള ഒരു ക്രിസ്തീയ ജീവിതം നമുക്ക് ഉണ്ടെങ്കിൽ നിശ്ചയമായും നമുക്ക് രുചിയില്ലാത്ത പലതിനും രുചി കൊടുക്കുവാൻ കർത്താവ് നമ്മളെ കണ്ടിരിക്കുകയാണ്. കർത്താവ് അതിനായി നിങ്ങളെ സഹായിക്കട്ടെ. പ്രൈസ് ഗോഡ്. താങ്ക് യു.